ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ പാർട്ടി BJP ആണ് എന്ന് നിസ്സംശയം പറയാം. ഇടതുപക്ഷത്തിൻ്റെയും UDFിൻ്റെയും ഒക്കെ വോട്ടുകളിൽ നിന്ന് ഒരു വിഹിതം BJP അടർത്തിയെടുത്തിട്ടുണ്ട്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമാകുന്നത് കേരളത്തിൽ BJPയുടെ വളർച്ച അനിയന്ത്രിതമായ ഒന്നു തന്നെയാണ് എന്നാണ്. ആദ്യഘട്ടത്തിൽ BJP കേരളത്തിലേക്ക് കടന്നു വരുന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വൻപിച്ച വിജയത്തോടു കൂടിയാണ്. അങ്ങനെ കേരളത്തിൽ BJP തങ്ങളുടെ കരുത്ത് വളർത്തിയെടുക്കുന്നു. പിന്നീട് ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ മതസമുദായങ്ങളെ കൂടെ നിർത്തുന്നു. എന്നാൽ തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് ക്രൈസ്തവ മതവിശ്വാസികളുടെ കൂടി വോട്ട് ലഭിച്ചുകൊണ്ട് സുരേഷ് ഗോപി വിജയിക്കുന്നതാണ്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ക്രൈസ്തവ മതവിശ്വാസികളുടെ ഒരു വിഭാഗം വോട്ട് കൂടി നേടുവാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിൽ BJP വളർന്നിരിക്കുന്നുവെന്ന് സാരം. മണിപ്പൂർ വിഷയമൊന്നും കാര്യമായ രീതിയിൽ തൃശ്ശൂരിൽ ചർച്ചയാകാത്തതും BJPയോട് കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികൾക്കുള്ള ഒരു വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതിഫലനം തന്നെയാണ്. പിന്നീട് BJP മുൻപിൽ വെച്ച മറ്റൊരു തന്ത്രം കോൺഗ്രസിൽ നിന്ന് പ്രമുഖരായ നേതാക്കന്മാരെയോ നേതാക്കന്മാരുടെ മക്കളെയോ അനുയായികളെയോ BJPയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. AK ആൻ്റണിയുടെ മകൻ അനിൽ K ആൻ്റണിയും K കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലും പിന്നീട് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും അങ്ങനെ നീളുകയാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ BJP അടർത്തിയെടുത്തതിൻ്റെ കണക്കുകൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ചരിത്രത്തിൽ ആദ്യമായി താമര വിരിയിച്ച തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വൻ പരാജയത്തിലേക്ക് തകർന്നു വീണുപോയത് കോൺഗ്രസ് ആയിരുന്നു. 3ാം സ്ഥാനത്തായിരുന്നു തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം. അവിടെ പരാജയപ്പെട്ടതാകട്ടെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രബലനായ ഏറ്റവും കരുത്തനായ K കരുണാകരൻ്റെ മകൻ K മുരളീധരൻ. കേരള രാഷ്ട്രീയത്തിൽ ഹൈന്ദവ മതവിശ്വാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ ഒരേപോലെ ഇഷ്ടവും ആരാധനയുമുള്ള നേതാവായിരുന്നു K മുരളീധരൻ. കോൺഗ്രസിൻ്റെ പല നിർണായക ഘട്ടങ്ങളിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാതിരിക്കുവാൻ വേണ്ടി ശക്തമായ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് ഒരു ചാവേർ പോലെ പടവെട്ടിയ K മുരളീധരൻ പരാജയപ്പെടുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം കൈവരിച്ച വടകരയുടെ MP ആയി നിന്ന K മുരളീധരനെ നേമത്ത് കൊണ്ടുനിന്ന് മത്സരിപ്പിച്ച് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി ഇടതുപക്ഷം വിജയിക്കുമ്പോൾ അവിടെ യഥാർത്ഥ വിജയത്തിൻ്റെ കാരണമായി മാറിയത് K മുരളീധരനായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ ഇക്കുറി കടുത്ത പോരാട്ടം നടക്കുമെന്ന് കോൺഗ്രസിന് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തകർക്കാൻ കഴിയുന്ന കരുത്തൊന്നും TN പ്രതാപനില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് വടകരയുടെ MP ആയിരുന്ന K മുരളീധരനെ തൃശ്ശൂരേക്ക് കൊണ്ടുവരുന്നത്. വീണ്ടും K മുരളീധരൻ ചാവേറാകുന്നു, പരാജയപ്പെട്ടു പോകുന്നു. ആ പരാജയത്തിൽ വൻ തിരിച്ചടിയാണ് K മുരളീധരൻ നേരിടേണ്ടി വന്നത്. വടകരയിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി ആദ്യഘട്ടത്തിൽ തന്നെ ഫ്ലെക്സും പോസ്റ്ററും ചുവരെഴുത്തുമായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ തയ്യാറെടുത്ത K മുരളീധരനെ ഹൈക്കമാൻഡ് ഇടപെട്ട് വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നപ്പോൾ പരാജയത്തിൻ്റെ മറ്റൊരു പാഠം കൂടി പഠിക്കേണ്ടതായി വന്നു K മുരളീധരൻ. വിജയപരാജയങ്ങളൊന്നും K മുരളീധരനെ സംബന്ധിച്ച് വലുതും ചെറുതും ഒന്നുമല്ല. പക്ഷേ തൃശ്ശൂരിൽ K മുരളീധരൻ പരാജയപ്പെട്ടു എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ വിഷമം. അതും 3ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതുമല്ല വിഷമം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം താൻ മത്സരിച്ചിട്ടും BJP തൃശ്ശൂരിൽ അധികാരത്തിൽ എത്തി എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ പാർട്ടിയോടും വലിയ അമർഷമുണ്ട് മുരളീധരന്. പാർട്ടി തന്നെ യഥാവിധം ശ്രദ്ധിച്ചില്ല എന്നും തനിക്ക് വേണ്ടി ഒരു പ്രകടനം നടത്തുവാനോ പ്രസംഗിക്കുവാനോ ദേശീയ മുഖങ്ങളോ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുഖങ്ങളോ ആരും തന്നെ എത്തിയില്ല എന്ന പരാതിയും അദ്ദേഹം പറയുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എത്തി. സുനിൽകുമാറിന് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. തനിക്ക് വേണ്ടി ആരും തന്നെ വന്നില്ല. രാഹുൽ ഗാന്ധി വരാനിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അതുകൊണ്ട് പോരാടി നേടേണ്ട തൃശ്ശൂരിൽ വലിയ പോരാട്ടം നടത്തുവാൻ കോൺഗ്രസിന് സാധിച്ചില്ല. അതോടുകൂടി പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ഒരു സ്വകാര്യ ചാനലിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. K മുരളീധരൻ എന്ന കേരളത്തിൻ്റെ അധികായനായ നേതാവിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. K മുരളീധരന് ഇനി കേരളത്തിൽ എവിടെയെങ്കിലും നിന്ന് മത്സരിച്ച് വിജയിക്കണമെങ്കിൽ അത് BJPയുടെ സഹായത്തോടു കൂടി മാത്രമേ സാധിക്കൂ എന്നും K സുരേന്ദ്രൻ പറയുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വമ്പിച്ച വോട്ട് ഷെയറിൻ്റെ ആത്മബലത്തിലും ധൈര്യത്തിലുമാണ് K സുരേന്ദ്രൻ ഇത്തരത്തിലൊരു അവകാശവാദവും ഇത്തരത്തിലൊരു ഓഫറും K മുരളീധരന് മുൻപിൽ വയ്ക്കുന്നത്. പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടു പോയപ്പോൾ പത്മജ വേണുഗോപാലിനെ പടിയടച്ച് പിണ്ണം വയ്ക്കുന്ന തരത്തിലേക്ക് പ്രസംഗങ്ങളും അഭിമുഖങ്ങളും നൽകിയ K മുരളീധരൻ ഒരിക്കൽ പാർട്ടിയോട് വലിയ വിഷമം തോന്നി
കെ കരുണാകരൻ പാർട്ടി വിട്ട് പോയപ്പോൾ അന്ന് കെ മുരളീധരനും കൂടെ പോയി. പക്ഷെ പോയത് BJP-യിലേക്കായിരുന്നില്ല, DIC-യിലേക്കായിരുന്നു. അങ്ങനെ പാർട്ടി വിട്ടു പോകാനാണെങ്കിൽ നിരവധി അവസരമുണ്ടായിട്ടും അത്തരത്തിലൊന്നും തന്നെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത കെ മുരളീധരന് മുൻപിലേക്ക് BJP മുൻപോട്ട് വയ്ക്കുന്ന ഓഫറാണ് ക്യാബിനറ്റ് റാങ്ക്. അതായത് കോൺഗ്രസ് വിട്ട് കോൺഗ്രസിൽ ഏറ്റവും കരുത്തനായ കെ മുരളീധരൻ BJP-യിലേക്ക് ചെന്നാൽ BJP അവിടെ തുറന്നിട്ടിരിക്കുന്ന വാതിലിലൂടെ അദ്ദേഹം കടന്നു വന്നാൽ നൽകുന്നത് ക്യാബിനറ്റ് സ്ഥാനമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ പിണക്കത്തിലാണ് കെ മുരളീധരനും കോൺഗ്രസും. തൻ്റെ പരാജയത്തിൽ പാർട്ടിക്ക് വലിയ പങ്കുണ്ട് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ കെ മുരളീധരന് വേണമെങ്കിൽ തൻ്റെ സ്ഥാനമായ KPCC പ്രസിഡന്റ് സ്ഥാനം വരെ ഒഴിഞ്ഞു കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് കെ സുധാകരൻ പറയുമ്പോൾ അത്രമേൽ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ എന്ന് വേണം കരുതാൻ. കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകാൻ യാതൊരു സാധ്യതയും ഇല്ല കെ മുരളീധരൻ. എന്നാലും പാർട്ടി തന്നെ പരിഗണിച്ചില്ല എന്ന് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തോന്നിയാൽ അദ്ദേഹം BJP-യിലേക്ക് പോയാലും തെറ്റു പറയാൻ കഴിയില്ല. തൃശ്ശൂർ പിടിക്കുവാൻ BJP-ക്ക് സാധിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് കെ മുരളീധരൻ്റെ പക്കൽ കൃത്യമായ മറുപടിയുണ്ട്. തനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ക്രൈസ്തവ മതവിശ്വാസികളുടെയും ഇസ്ലാം മതവിശ്വാസികളുടെയും വോട്ടുകളിൽ ഉണ്ടായ ഭിന്നിപ്പും, എന്നാൽ കെ മുരളീധരൻ എന്ന ഭൂരിപക്ഷ സമുദായത്തിന് പ്രിയങ്കരനായ നേതാവ് എന്ന തരത്തിൽ തനിക്ക് കിട്ടേണ്ട വോട്ടുകളും ഭിന്നമായിപ്പോയി. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് അടർന്നു വീണു. ക്രൈസ്തവ മതവിശ്വാസികളുടെ വോട്ടുകളും സുരേഷ് ഗോപിക്ക് പിടിച്ചെടുക്കുവാൻ സാധിച്ചു. പിന്നീടുള്ള ന്യൂനപക്ഷ വോട്ടുകളായ മുസ്ലിം മതവിശ്വാസികളുടെ വോട്ടുകൾ സുനിൽകുമാറിനും കെ മുരളീധരനും പങ്കുവെച്ചു പോയി. അങ്ങനെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് സുനിൽകുമാറും കെ മുരളീധരനും വീണപ്പോൾ കെ മുരളീധരന് അല്പം പരിക്ക് കൂടുതൽ ഏറ്റെന്ന് മാത്രം. എന്തായാലും ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ മണ്ണിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ BJP തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ഒപ്പം BJP ശക്തരാണ് എന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ എന്ന കേരളത്തിൻ്റെ കരുത്തനായ നേതാവിന് മുൻപിൽ ക്യാബിനറ്റ് പദവി എന്ന സ്വർണ്ണ നാണയം വെച്ചുകൊണ്ട് BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്നത്.